ഒക്ടോബറിൽ ഗസയിൽ വംശഹത്യ തുടങ്ങിയ ഇസ്രായേലിന് ഒരു പ്രത്യേക കോണിൽ നിന്നും പിന്തുണ ലഭിച്ചു. 1979 ഇസ്ലാമിക് വിപ്ലവത്തിലൂടെ ഇറാനിലെ അധികാരത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട ഷായുടെ മകൻ്റെ നേതൃത്വത്തിലുള്ള രാജവാഴ്ച സംഘമാണ് ഇസ്രായേലിന് പൂർണ്ണ പിന്തുണ നൽകിയത്. ഇറാന്റെ കിരീടാവകാശി എന്ന് അവകാശപ്പെടുന്ന റസ പഹ്ലവി ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളെ പരസ്യമായി അംഗീകരിച്ചു. കൂടാതെ ഗസയിലെ ഇസ്ലാമിക പ്രതിരോധ പ്രസ്ഥാനങ്ങളെയും ഇറാൻ ഇസ്ലാമിക റിപ്പബ്ലിക്കിനെയും അപകീർത്തിപ്പെടുത്താനും ശ്രമിച്ചു. 2024 നവംബറിൽ US വാഷിംഗ്ടണിൽ നടന്ന ഒരു ഇസ്രായേൽ അനുകൂല റാലിയിൽ റസ പഹ്ലവിയുടെ ഭാര്യ യാസ്മീൻ പഹ്ലവി പങ്കെടുത്തു. ഇസ്രായേലി പതാകകളുടെ അകമ്പടിയോടെയുള്ള അവരുടെ ചിത്രങ്ങൾ ഇന്റർനെറ്റ് ബോട്ട് നെറ്റ്വർക്കുകൾ വഴി പ്രചരിപ്പിച്ചു. ഗസയിലെ വംശഹത്യയിൽ മരണങ്ങൾ വർദ്ധിച്ചതോടെ അവർ ഇസ്രായേലിന് വേണ്ടിയുള്ള പ്രചാരണങ്ങൾ ശക്തമാക്കി. ഇസ്രായേലി കൊലപാതകികൾക്ക് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ നിന്ന് അറസ്റ്റ് വാറണ്ട് ലഭിക്കാൻ കാരണമായ യുദ്ധക്കുറ്റങ്ങളെ അവർ ആവർത്തിച്ച് ന്യായീകരിച്ചു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായും മറ്റ് മുതിർന്ന ഇസ്രായേലി ഉദ്യോഗസ്ഥരുമായും ലോബി ഗ്രൂപ്പുകളുമായും ഉള്ള അടുത്ത ബന്ധത്തിൽ പഹ്ലവി ഒരിക്കലും ഖേദിച്ചില്ല. ഫലസ്തീനിലെ അധിനിവേശം, വംശഹത്യ എന്നിവയെ പരസ്യമായി ന്യായീകരിക്കാൻ അയാൾ ഇസ്രായേലിലേക്ക് പോയി. നെതന്യാഹുവിൻ്റെ ക്ഷണപ്രകാരം പഹ്ലവിയും ഭാര്യയും ഇസ്രായേൽ സന്ദർശിച്ചതിനു ശേഷം ഇറാനിലെ മുൻ രാജവാഴ്ചക്കാരും ഇസ്രായേൽ ഭരണകൂടവും തമ്മിലുള്ള സഖ്യം കൂടുതൽ ശക്തമാക്കി. വളരെ കാലമായി അനൗപചാരികമായി നിർത്തിയ ഒരു ബന്ധത്തിൻ്റെ ഔപചാരികവൽക്കരണമാണ് ഈ സന്ദർശനം അടയാളപ്പെടുത്തിയത്. 2025 ജൂണിൽ ഇസ്രായേൽ പ്രകോപനമില്ലാതെ ഇറാനെതിരെ ആക്രമണം ആരംഭിച്ചതിനു ശേഷം ബന്ധം കൂടുതൽ ദൃഢമായി. ഇസ്രായേലി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരെ കുറിച്ച് ഇറാൻ സർക്കാർ ദുഃഖിച്ചപ്പോൾ ആക്രമണത്തെ രാജവാഴ്ചക്കാർ പിന്തുണച്ചു. 12 ദിവസത്തെ യുദ്ധത്തിൻ്റെ ഇരകളോട് റസ പഹ്ലവി സഹതാപം പ്രകടിപ്പിച്ചില്ല. ഇറാൻ കറൻസിയുടെ ചാഞ്ചാട്ടത്തിൽ പ്രതിഷേധിച്ച് വ്യാപാരികൾ സമാധാനപരമായി പ്രതിഷേധിച്ചപ്പോൾ റസ പഹ്ലവി വീണ്ടും രംഗത്തെത്തി. സമാധാനപരമായ പ്രതിഷേധങ്ങളെ കലാപമാക്കി മാറ്റാൻ ഇസ്രായേലി രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദുമായും US രഹസ്യാന്വേഷണ ഏജൻസിയായ CIA ബന്ധമുള്ള സ്ലീപ്പർ സെല്ലുകൾക്ക് അയാൾ നിർദ്ദേശം നൽകി. പഹ്ലവിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഇറാനിൽ രാജവാഴ്ച പുനഃസ്ഥാപിക്കുന്നതിനുമായി വ്യാജ അക്കൗണ്ടുകളും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സൃഷ്ടിച്ച ഉള്ളടക്കവും ഉപയോഗിച്ച് ഇസ്രായേൽ രഹസ്യ പ്രവർത്തനം നടത്തുന്നുണ്ടെന്ന് ഇസ്രായേലി പത്രമായ ഹാരറ്റ്സ് നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇത് ഈ സഖ്യത്തിൻ്റെ ആഴം അടിവരയിടുന്നു. സായുധ കലാപകാരികൾ തെഹ്റാനിലും മറ്റ് നഗരങ്ങളിലും അതിക്രമിച്ചു കയറി ബസ് സ്റ്റേഷനുകൾ, ബാങ്കുകൾ, ആശുപത്രികൾ, പള്ളികൾ എന്നിവയുൾപ്പെടെ പൊതുസ്വത്തുക്കൾക്ക് തീയിട്ട് ഭീകരപ്രവർത്തനമാണെന്ന് ഇറാനി സുരക്ഷാ ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടും. US മേരിലാൻഡിലെ വീട്ടിൽ നിന്ന് റസ പഹ്ലവി നേരിൽ തന്നെ കലാപത്തിന് ആഹ്വാനം ചെയ്തു. എന്നാൽ നശീകരണ സ്വഭാവമുള്ളവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്നും വിദേശ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നവരെ വെറുതെ വിടില്ലെന്നും ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനെയി പ്രഖ്യാപിച്ചു. അതേസമയം സാമ്പത്തിക പ്രശ്നങ്ങൾക്കെതിരായ സമാധാനപരമായ പ്രതിഷേധങ്ങൾ നിയമാനുസൃതമായി തുടരുന്നതിൽ തടസ്സമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സാമ്പത്തിക പ്രശ്നങ്ങൾക്കെതിരെ സമാധാനപരമായി പ്രതിഷേധിക്കാനുള്ള ജനങ്ങളുടെ അവകാശം ഇറാൻ അംഗീകരിക്കുന്നുവെന്നും എന്നാൽ സായുധ ഭീകരതയ്ക്കെതിരെ ഉറച്ചു നിൽക്കുമെന്നും പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാക്കർ ഗാലിബാഫും പറഞ്ഞു. വിദേശ കൂലി പടയാളികളായി സ്വയം വിശേഷിപ്പിക്കുന്നവരും അമേരിക്കൻ പ്രസിഡന്റിനെ പ്രീതിപ്പെടുത്താൻ മാതൃരാജ്യത്തെ ഒറ്റിക്കൊടുക്കുന്നവരും IS പ്രവർത്തകരായി സ്വയം മാറുന്നവരും ഭീകരയുദ്ധത്തിന് പ്രേരിപ്പിക്കുന്നവരും ഏറ്റവും കഠിനമായ നടപടികൾ നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. കലാപകാരികളെ പിന്തുണക്കുന്നതിൽ
അമേരിക്കക്കും ഇസ്രായേൽ ഭരണകൂടത്തിനും വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ചിയും മുന്നറിയിപ്പ് നൽകി. രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള എല്ലാ വിദേശ പിന്തുണയുള്ള ഗൂഢാലോചനകളെയും നേരിടുമെന്ന് ഇസ്ലാമിക് റവല്യൂഷൻ ഗാർഡ് കോർപ്സിന്റെ രഹസ്യാന്വേഷണ വിഭാഗവും പ്രസ്താവനയിൽ പറഞ്ഞു. ഇറാനെ തകർക്കാൻ ലക്ഷ്യം വെച്ച് സായുധ ആക്രമണങ്ങളിലും സംഘടിത ആക്രമണങ്ങളിലും ഏർപ്പെട്ടിരിക്കുന്ന വിദേശ ബന്ധമുള്ള വ്യക്തികൾക്ക് ഏറ്റവും ശക്തമായ രീതിയിൽ മറുപടി നൽകാൻ സുരക്ഷാ സേനയും നീതിന്യായ വ്യവസ്ഥയും തയ്യാറാണെന്ന് ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടറി അലി ലാരിജിയാനിയും അറിയിച്ചു. ഇറാനെ അട്ടിമറിക്കണമെന്ന അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും 4 പതിറ്റാണ്ട് കാലത്തെ ആഗ്രഹം പൂർത്തീകരിക്കാൻ റസ പഹ്ലവി കരുവായി വർത്തിക്കുന്നുവെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത്. രാഷ്ട്രീയം, കുടുംബം, സാമ്പത്തികം, വാണിജ്യം തുടങ്ങി ഏതാണ്ട് എല്ലാ മേഖലകളിലും ആവർത്തിച്ചുള്ള തിരിച്ചടികൾ നേരിട്ടുള്ളയാളാണ് ഈ റസ പഹ്ലവി. ഇറാനിൽ US-ഉം ബ്രിട്ടനും സ്ഥാപിക്കുകയും നിലനിർത്തുകയും ചെയ്ത സ്വേച്ഛാധിപതിയായ മുഹമ്മദ് റസ പഹ്ലവിയുടെ മൂത്ത മകനാണ് റസ പഹ്ലവി. ഇറാന്റെ അടുത്ത ഭരണാധികാരി എന്ന നിലയിലാണ് രാജകുടുംബം അയാളെ വളർത്തിയത്. പക്ഷേ 1979 ഇസ്ലാമിക് വിപ്ലവം രാജകീയ അനന്തരാവകാശം ഇല്ലാതാക്കി. വിപ്ലവം ശക്തിയാർജിച്ചപ്പോൾ തന്നെ രാജകുടുംബം മുങ്ങി. US-ൽ 2 കോളേജുകൾ റസ പഹ്ലവി പഠിച്ചെങ്കിലും പഠനം പൂർത്തിയാക്കാനായില്ല. ഇറാനിയൻ വിപ്ലവത്തിന് മുമ്പ് തന്നെ US സൈന്യത്തിൽ പൈലറ്റ് പരിശീലനത്തിന് റസ പഹ്ലവി ശ്രമിച്ചിരുന്നു. 1 വർഷത്തെ കോഴ്സ് പോലും പൂർത്തീകരിക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല. ഇറാഖ് ഇറാനെ ആക്രമിച്ച കാലത്ത് ഇറാൻ വ്യോമസേനയിൽ ചേരാൻ താൻ താൽപ്പര്യം പ്രകടിപ്പിച്ചെന്ന് റസ പഹ്ലവി പിന്നീട് അവകാശപ്പെട്ടു. എന്നാൽ ഇത് വെറും കെട്ടുകഥയാണെന്ന് തെളിഞ്ഞു. 1980 മുഹമ്മദ് റസ പഹ്ലവി മരിച്ചപ്പോൾ താനാണ് ഇറാന്റെ പുതിയ രാജാവെന്ന് 20 വയസ്സുള്ള റസ പഹ്ലവി പ്രഖ്യാപിച്ചു. ആ സ്വയം പ്രഖ്യാപിത കിരീടധാരണത്തിന് എവിടെ നിന്നും അംഗീകാരം ലഭിച്ചില്ല. US പോലും അംഗീകാരം നൽകിയില്ല. ഇറാഖ് ഇറാനെ ആക്രമിച്ച കാലത്തെ വിശുദ്ധ പ്രതിരോധ സമയത്ത് ഇറാനിൽ അട്ടിമറിക്ക് റസ പഹ്ലവി ശ്രമിച്ചിരുന്നതായി ഇസ്രായേലി രേഖകൾ പറയുന്നു. രാജഭരണകാലത്തെ രഹസ്യ പോലീസായ സവാക്കിനെ പരിശീലിപ്പിക്കാൻ ഇസ്രായേലി ഏജന്റായ യാക്കോവ് നിമ്രോദിയാണ് ശ്രമിച്ചത്. അക്കാലത്തെ ഇസ്രായേലി പ്രതിരോധ മന്ത്രിയായിരുന്ന ഏരിയൽ ഷാരോൺ ഇതിന് $80 കോടി അനുവദിക്കുകയും ചെയ്തു. പക്ഷേ ഈ പദ്ധതി തകർന്നടിഞ്ഞു. ഇതോടെ റസ പഹ്ലവി പൊതുരംഗത്ത് നിന്നും പിന്മാറി. ഇറാനിൽ നിന്നും കടത്തിക്കൊണ്ടുപോയ സമ്പത്ത് ഉപയോഗിച്ച് റസ പഹ്ലവി US-ലെ വെർജീനിയയിൽ ആഡംബര വസതി വാങ്ങുകയും വിവാഹം കഴിക്കുകയും ചെയ്തു. US-ഉം ഇസ്രായേലും നൽകിയ സഹായം ഉപയോഗിച്ചായിരുന്നു ജീവിതം. പിന്നീട് പഴയ ഭരണകൂടത്തിലെ കൂട്ടുകക്ഷികൾ തന്നെ അയാൾക്കെതിരെ കേസുകൾ ഫയൽ ചെയ്തു. വക്കീലിനെ വെക്കാൻ കാശില്ലാത്തതിനാൽ സ്വന്തമായാണ് കേസുകൾ നടത്തിയത്. ഇറാനിലെ അവസാന രാജാവിൻ്റെ 63 വയസ്സുള്ള മകൻ ഒരിക്കലും സ്ഥിരമായ ഒരു ജോലി ചെയ്തിട്ടില്ല. ഇറാനിയൻ ജനങ്ങളിൽ നിന്ന് പിതാവ് മോഷ്ടിച്ച സമ്പത്തും പാശ്ചാത്യ രാജ്യങ്ങളിലെ രാജവാഴ്ച അനുകൂലികൾ നൽകുന്ന സഹായത്തിലുമാണ് അയാൾ ജീവിച്ചത്. രാജകീയ പദവി നഷ്ടപ്പെട്ടത് അയാളുടെ കുടുംബത്തെ പ്രതികൂലമായി ബാധിച്ചു. കുടുംബാംഗങ്ങളിൽ പലരും നിരാശരായി ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുകയും ആത്മഹത്യ ചെയ്യുകയും ഉണ്ടായി. വ്യക്തിപരമായ തലത്തിൽ പോലും റസ പഹ്ലവിയുടെ പല അഭിലാഷങ്ങളും പൂർത്തീകരിക്കപ്പെട്ടില്ല. ഇറാന്റെ അവകാശിയായി പ്രതീകാത്മകമായി ചിത്രീകരിക്കാൻ ഒരു മകൻ പോലും അയാൾക്ക് ജനിച്ചില്ല. താൻ രാഷ്ട്രീയ നിഷ്പക്ഷനാണെന്ന് റസ പഹ്ലവി വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രാജവാഴ്ച പുനഃസ്ഥാപിക്കുന്നതിൽ തനിക്ക് താല്പര്യമില്ലെന്നും വാദിച്ചു. അത്തരമൊരു പദ്ധതി അസംഭവ്യമാണെന്ന യാഥാർത്ഥ്യം അയാൾക്കറിയാമായിരുന്നു. എന്നിരുന്നാലും അമേരിക്കൻ സയനിസ്റ്റ് സഖ്യകക്ഷികളിൽ നിന്നുള്ള പ്രോത്സാഹനം അയാളെ വീണ്ടും മുഖ്യധാരയിൽ എത്തിച്ചു. ഇറാനിൽ അശാന്തി ഉയർന്നു വന്നപ്പോഴെല്ലാം അയാൾ അതിൻ്റെ ഭാഗമാവാൻ ശ്രമിച്ചു. ഇറാനിലെ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട നേതൃത്വത്തെ നീക്കം ചെയ്യണമെന്നും താൻ ബദൽ നേതാവാണെന്നും അവകാശപ്പെടുകയും ചെയ്തു. 2010കളിൽ പാശ്ചാത്യ ഗവൺമെൻറ്റുകൾ, പ്രത്യേകിച്ച് US-ഉം UK-യും ഇസ്രായേലും
ഇറാനിലെ സർക്കാർ വിരുദ്ധ മാർക്സിസ്റ്റ് ഗ്രൂപ്പുകൾക്കും വംശീയവാദികൾക്കും വിഘടനവാദികൾക്കും റസാ പഹ്ലവിക്കും എല്ലാം പിന്തുണ വർദ്ധിപ്പിച്ചു. ശത്രു രാജ്യങ്ങളിൽ സ്ഥാപിക്കുന്ന പോലെയുള്ള പ്രതിപക്ഷം ഇറാനിലും സ്ഥാപിക്കാൻ അവർ ശ്രമിച്ചു. റസാ പഹ്ലവി ഈ പ്രതിപക്ഷത്തിൻ്റെ നേതൃത്വം ഏറ്റെടുത്തു. ദേശീയ കൗൺസിൽ എന്ന പേരിൽ ഏതാനും പേരടങ്ങുന്ന ഒരു സംഘമായിരുന്നു അത്. പേർഷ്യൻ ഭാഷയിൽ സംപ്രേഷണം ചെയ്യുന്ന വിദേശ ഉപഗ്രഹ ചാനലുകൾ അയാളെ പ്രതിപക്ഷ നേതാവാക്കി ചിത്രീകരിച്ചു. UK കേന്ദ്രമായി പ്രവർത്തിക്കുന്ന രാജവാഴ്ച ചാനലായ മനോട്ടോയാണ് അതിന് നേതൃത്വം നൽകിയത്. ഈ ചാനലാവട്ടെ 2025 തുടക്കത്തിൽ പൂട്ടിപ്പോയി. രാജഭരണകാലത്തെ സ്വർഗതുല്യമായി അവതരിപ്പിക്കുക, രാജാക്കന്മാരുടെ ജീവിതശൈലിയെ പ്രകീർത്തിക്കുക തുടങ്ങിയവയായിരുന്നു പ്രചാരണ പരിപാടികൾ. ഇസ്ലാമിക വിപ്ലവത്തെ മോശമായി ചിത്രീകരിക്കുക, ഇറാൻ്റെ നേട്ടങ്ങളെ തള്ളിക്കളയുക തുടങ്ങിയവയും അവ ചെയ്തു പോന്നു. US-ൻ്റെയും ഇസ്രായേലിൻ്റെയും താൽപ്പര്യങ്ങളെ പ്രതിനിധീകരിച്ച് റസാ പഹ്ലവിയും പരിപാടികൾ അവതരിപ്പിച്ചു. ഡൊണാൾഡ് ട്രംപ് 2ാം തവണ US പ്രസിഡന്റ് ആയപ്പോൾ തൻ്റെ പരിപാടികൾ വീണ്ടും ആരംഭിക്കാൻ റസാ പഹ്ലവി തീരുമാനിച്ചു. ഇറാൻ്റെ ആണവ പദ്ധതികൾക്കെതിരായ പാശ്ചാത്യ പ്രചാരണം അയാൾ തത്ത ചൊല്ലുന്നത് പോലെ ആവർത്തിച്ചു. കൂടാതെ US-ലെ കൺസർവേറ്റീവുകളുമായും സയനിസ്റ്റുകളുമായും സഹകരിച്ചു. ഇറാനിൽ പരമാവധി സമ്മർദ്ദം ചെലുത്തണമെന്ന് അയാൾ പ്രചരിപ്പിച്ചു. ഡൊണാൾഡ് ട്രംപിൻ്റെ രാഷ്ട്രീയ തന്ത്രം ഇറാനെ തകർക്കുമെന്ന് അയാൾ വിശ്വസിച്ചു. US വിഭാവനം ചെയ്യുന്ന പുതിയ ഇറാന് വേണ്ട ഭരണാധികാരി താനാണെന്നും വിശ്വസിച്ചു. ഇറാനെതിരെ ആണവായുധം ഉപയോഗിക്കാൻ പരസ്യമായി നിർദ്ദേശിച്ച റിപ്പബ്ലിക്കൻ ശതകോടീശ്വരനും തീവ്രവാദി സയനിസ്റ്റുമായ ഷെൽഡൻ അഡൽസണിനൊപ്പം റസ നിരവധി വേദികളിൽ എത്തി. ആക്രമണാത്മക ഇസ്രായേൽ അനുകൂല അജണ്ടക്ക് പേരുകേട്ട AIPAC-യുമായി ബന്ധപ്പെട്ട തിങ്ക് ടാങ്കായ വാഷിംഗ്ടൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ നിയർ ഈസ്റ്റ് പോളിസിയിൽ നിരവധി പരിപാടികളിലും പങ്കെടുത്തു. ഒടുവിൽ ട്രംപിൻ്റെ രാഷ്ട്രീയ നയങ്ങൾ പരാജയപ്പെട്ടു. അതോടെ റസയുടെ പ്രതീക്ഷകൾ മങ്ങി. അത് സയനിസ്റ്റ് ഭരണകൂടത്തിൽ നിന്ന് തന്നെ നേരിട്ടുള്ള പിന്തുണ, സാമ്പത്തികവും പ്രതീകാത്മകവുമായ പിന്തുണ തേടാൻ അയാളെ പ്രേരിപ്പിച്ചു. 2023 ഏപ്രിലിൽ റസാ പഹ്ലവിയും ഭാര്യയും ഇസ്രായേലിൽ 5 ദിവസത്തെ സന്ദർശനം നടത്തി. അവിടെ നെതന്യാഹുവും രഹസ്യാന്വേഷണ മന്ത്രി ഗില ഗാംലിയേലും അവരെ ഊഷ്മളമായി സ്വീകരിച്ചു. ഗാംലിയേലിനൊപ്പം ഇരുവരും വിവിധ സ്ഥലങ്ങൾ സന്ദർശിച്ചു. യാദ് വാഷമിൽ ഒരു ചടങ്ങിൽ പങ്കെടുത്തു. അധിനിവേശ ജെറൂസലേമിലെ പടിഞ്ഞാറൻ മതിലിൽ ഒരു ജൂത പ്രാർത്ഥന നടത്തി. എന്നാൽ മസ്ജിദുൽ അക്സ സന്ദർശിക്കുകയോ ഫലസ്തീനെക്കുറിച്ച് പരാമർശിക്കുകയോ ചെയ്തില്ല. പിന്നീട് റസയുടെ ഭാര്യ അധിനിവേശ അൽ ഖുദുസിലെ ഇസ്രായേലി വനിതാ സൈനികരുമൊത്തുള്ള ഫോട്ടോകൾ പങ്കിട്ടു. ഇറാനെക്കുറിച്ച് പാശ്ചാത്യരും കലാപകാരികളും ഉപയോഗിക്കുന്ന മുദ്രാവാക്യവും ഈ ഫോട്ടോയിൽ ഉണ്ടായിരുന്നു. US ആസ്ഥാനമായുള്ള സയനിസ്റ്റ് ലോബിയിങ് സംഘടനയായ ഫൗണ്ടേഷൻ ഫോർ ഡിഫൻസ് ഓഫ് ഡെമോക്രസിൻ്റെ അമീർ ഹൊസൈൻ യത്തേമാദി, സയ്യിദ് ഗസാമിനെജാദ്, മാർക്ക് ഡുബോവിറ്റ്സ് എന്നിവർ പഹ്ലവിക്കൊപ്പം യാത്രയിൽ പങ്കെടുത്തു. ഇറാൻ വിരുദ്ധത, ഫലസ്തീൻ വിരുദ്ധത, ഇറാനെ US ആക്രമിക്കണം എന്നീ നിലപാടുള്ളവരാണ് ഇവർ. ഇസ്രായേലിലെ ലിക്കുഡ് പാർട്ടിയുമായി ബന്ധമുള്ള സോഷ്യൽ മീഡിയ പ്രചാരകയും നെതന്യാഹുവിൻ്റെ സഹപ്രവർത്തകയുമായ ഹനന്യ നഫ്താലിയെയും റസ കണ്ടു. പേർഷ്യൻ ഭാഷ സംസാരിക്കാത്ത ഹനന്യ എക്സിലും ഫേസ്ബുക്കിലും 2020 മുതൽ പേർഷ്യൻ ഭാഷയിൽ പ്രചാരണം നടത്തുന്നുണ്ട്. പഹ്ലവി രാജവംശവും സയനിസ്റ്റ് താൽപ്പര്യങ്ങളും തമ്മിലുള്ള ബന്ധം 1960കൾ മുതലുള്ളതാണ്. ഇസ്രായേലി സഹായത്തോടെ സവാക്ക് സൃഷ്ടിക്കപ്പെടുകയും രഹസ്യ എണ്ണ കരാറുകൾ അന്തിമമാക്കുകയും ചെയ്ത കാലമാണ് അത്. ഇറാനിലെ ഇസ്ലാമിക വിപ്ലവ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ ഇസ്രായേലി രഹസ്യാന്വേഷണ വിഭാഗവുമായി 1980കളിൽ സഹകരിക്കുന്നതോടെ രഹസ്യാന്വേഷണ ബന്ധവും ആരംഭിക്കുന്നു. കാലക്രമേണ ആ ബന്ധങ്ങൾ കൂടുതൽ ആഴത്തിലായി. 2025 ജൂണിൽ ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചപ്പോൾ ഇസ്രായേൽ റസാ പഹ്ലവിയെ പിന്തുണച്ചു. പക്ഷേ ഇരു കൂട്ടർക്കും ഭാഗ്യമൊന്നും ഉണ്ടായില്ല. ഇപ്പോൾ നടക്കുന്നത് നേരിട്ടുള്ള 2ാം ഘട്ടമാണ്.